അർബൻ കിസാൻ അഗ്രി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയുടെ ബാംബു ഫാമിംഗ്, സോളാർ എന്നീ പ്രൊജക്ടുകളുടെ പ്രീ ലോഞ്ചിംഗ് പ്രോഗ്രാം സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസായ കോഴിക്കോട് പാളയത്ത് വെച്ച് നടന്നു. 800 കോടി രൂപയുടെ പ്രൊജക്ടുകളാണ് സൊസൈറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. സൊസൈറ്റി ജീവനക്കാരും പ്രവർത്തകരും പ്രോഗ്രാമിൽ പങ്കെടുത്തു. 2,15,000 രൂപയ്ക്കാണ് അദാനിയുടെയോ ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പാനാസോണിക്കിന്റെയോ പാനൽ വെച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്. 2,15,000 രൂപയ്ക്കാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതിന് സബ്സിഡി വന്നിട്ടുണ്ടെങ്കിൽ 1,37,000 രൂപ മാത്രമേ ഒരു കസ്റ്റമർക്ക് മുടക്കേണ്ട ആവശ്യമുള്ളൂ. ഇന്ന് വിപണിയിലുള്ള ബ്രാൻഡഡ് ഭീമന്മാർ കൊടുക്കുന്നതിനെക്കാട്ടും ചുരുങ്ങിയ ചെലവില് ഓരോ വീട്ടിലും നമുക്ക് സോളാർ പദ്ധതി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മുടെ അർബൻ കിസാൻ അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റ് സൊസൈറ്റി ചെയ്തിരിക്കുന്നത്. കർഷകനുണർന്ന രാജ്യമുണർന്നു എന്ന ആപ്തവാക്യവുമായി പ്രവർത്തനം ആരംഭിച്ച അർബൻ കിസാൻ അഗ്രി MSC സൊസൈറ്റി ലിമിറ്റഡ് എന്ന ദേശീയ സഹകരണ പ്രസ്ഥാനം അടിസ്ഥാനപരമായി സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി അവർക്കു വേണ്ട കാർഷിക പദ്ധതികൾ നടപ്പിൽ വരുന്നു. ഇതോടൊപ്പം സൊസൈറ്റിയുടെ സ്വപ്ന പദ്ധതിയായ ബാംബു റെവല്യൂഷൻ എന്ന പ്രോഗ്രാമിലൂടെ സ്ഥിരതയുള്ള കർഷകരും സ്ഥിരതയുള്ള വരുമാനവും എന്ന പദ്ധതി നടപ്പിൽ വരുത്തുകയാണ്. ഇന്ന് ലോകത്തിൽ മരങ്ങളെ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുക, പക്ഷെ മരങ്ങള് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ഒരു റവല്യൂഷൻ എന്നുണ്ടെങ്കിൽ ബാംബുവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു റവല്യൂഷനാണ് ലോകത്തിൽ നടക്കാൻ പോകുന്നത്. അല്ലേ? നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് 2030 കൂടിയിട്ട് ഇന്ത്യയിലെ കൽക്കരിയുടെ ഉപയോഗം പരിപൂർണമായിട്ട് നിർത്താനാണ് തീരുമാനിച്ചത്. അങ്ങനെ ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ടോ? 2030 കൂടിയിട്ട് കൽക്കരിയുടെ ഉപയോഗം പരിപൂർണമായിട്ട് നിർത്താനാണ് തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് കൽക്കരി ഉപയോഗം നിർത്താൻ തീരുമാനിച്ചത്? ഹൈ പൊല്യൂഷൻ ആണ് കൽക്കരി എന്ന് പറയുന്നത്. വേൾഡ് വാർമിംഗ്, ആഗോളതാപനം. ഈ ആഗോളതാപനം ആണ് ലോകത്തില് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ആഗോളതാപനത്തിന് എന്താണോ ഓരോ പൗരനും ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നതാണ് വരുന്ന തലമുറയോടും അല്ലെങ്കിൽ വരുന്ന നമ്മുടെ ലോകത്തിനോടും നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കർത്തവ്യം. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? എന്താണ് നമ്മൾ ചെയ്യേണ്ട കാരണം? അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ? വേൾഡ് വാർമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗോളതാപനം കൊണ്ട് ലോകത്തിന്റെ പല മേഖലയിലും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ട്. 2030 കൂടിയിട്ട് ലോകത്തിൽ 18% ഭക്ഷ്യക്ഷാമം, 2050 കൂടി ലോകത്തില് 30% ഭക്ഷ്യക്ഷാമം വരുന്നതായി ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട്. ശരിയാണല്ലോ? ശരിയാണ്. അപ്പം ആ ഒരു തിരിച്ചറിവ് നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടായതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രവർത്തകർക്കും ഒരു കൃത്യമായിട്ടുള്ള വരുമാനം നേടിക്കൊടുക്കാനുള്ള സംവിധാനം ചേർത്തുകൊണ്ട് നമ്മള് അർബൻ കിസാൻ ഇവിടെ 2 പരിപാടിയുടെ ലോഞ്ചിങ് ആണ് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ബാംബു ഫാമിംഗ് റെവല്യൂഷൻ. ഈ ബാംബു ഫാമിംഗ് റെവല്യൂഷൻ തന്നെ നമുക്ക് നല്ല വരുമാനം കിട്ടുന്നത്. അതിലുപരി ഒരു രാജ്യത്തോട് അല്ലെ ലോകത്തോട് ചെയ്യാൻ പറ്റിയ ഒരു പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് കാർബൺ ക്രെഡിറ്റ് പഞ്ചായത്ത് ഒരു പഞ്ചായത്തുണ്ട്. അതേതാ ആദ്യമായിട്ട് വന്നേ? ഏതാ ഏതാ ഏതാ? മീനങ്ങാടി പഞ്ചായത്ത്. ശരിയാണ്. ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ അല്ല ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ക്രെഡിറ്റ് പഞ്ചായത്താണ് മീനങ്ങാടി പഞ്ചായത്ത്. അവിടെ മരങ്ങളൊക്കെ മുറിച്ച് കൃഷി തുടങ്ങിയ സമയത്ത് അവിടെ ചൂട് കൂടിയപ്പോൾ ഒരു കൂട്ടായ്മയിലുള്ള ആൾക്കാര് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് എല്ലാ വീട്ടിലും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും അതിന് നമ്മുടെ കേരള ഗവൺമെന്റ് 10 കോടി രൂപ സഹായം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ആ മീനങ്ങാടി പഞ്ചായത്തിൽ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിൽ വരുന്നത്. 1,00,000 ഏക്കർ കാലിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ബാംബു വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്.